ഈ പദ്ധതി വഴി കിട്ടിയിരിക്കുന്നത്? പഞ്ചായത്തിൻ്റെ പെൻഷൻ കിട്ടാറുണ്ട്, പിന്നെ മരുന്ന് കിട്ടാറുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്? ആഴ്ചയിലുള്ള ഡോക്ടറെ കൊണ്ട് ചികിത്സകൾ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ കൊണ്ടുപോകാറുണ്ട് അല്ലേ? സൗജന്യമായി മരുന്നൊക്കെ കിട്ടാറുണ്ടോ? സൗജന്യമായിട്ട് മരുന്ന് കിട്ടാറുണ്ട്. ഇപ്പൊ അമ്മമ്മക്ക് എത്ര വയസ്സായി? 88. വയോജന പരിപാലനത്തിൽ മാത്രമല്ല, വാർദ്ധക്യത്തിന്റെ കളകൾ കയറി നാശത്തിന്റെ വക്കിലെത്തിയ നെൽപ്പാടങ്ങൾ വീണ്ടെടുക്കുന്നതിലും പഞ്ചായത്തിന്റെ ശ്രദ്ധയെത്തുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തൂരിലെ ചേലൂർ പുഞ്ചയിലാണ്. പഞ്ചായത്തിന്റെ പ്രധാന നെൽകൃഷി കേന്ദ്രങ്ങളിൽ ഒന്നാണിവിടം. കഴിഞ്ഞ 32 വർഷമായി തരിച്ചു കിടന്നിരുന്ന ഈ 40 ഹെക്ടർ ഭൂമിയിൽ ഇത്തവണ പഞ്ചായത്ത് ഏറ്റെടുത്ത് കൃഷി ഇറക്കിയിരിക്കുകയാണ്. കുന്നത്തൂരിലെ കാർഷിക വൈവിധ്യത്തെക്കുറിച്ചും തരിശുനില കൃഷിയെക്കുറിച്ചും കൂടുതൽ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഇവിടുത്തെ കൃഷി ഓഫീസർ മിനി മാഡം ഉണ്ട്. നമുക്ക് മിനി മാഡത്തോട് കൂടുതൽ ചോദിക്കാം. മാഡം, ഇവിടുത്തെ തരിശുനില കൃഷിയെക്കുറിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത്? കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽപ്പെടുന്ന ശാസ്താംകോട്ട കുന്നത്തൂർ പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്ട് 1000 ഏക്കറോളം വരുന്ന ഒരു വലിയ പാടശേഖരമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇതിൽ കുന്നത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന ചേലൂർ ചെറുവായ ലേലയിൽപ്പെടുന്ന 40 ഹെക്ടർ സ്ഥലത്തെ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു സംരംഭമാണ് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം 2009-10 30 ഹെക്ടറോളം സ്ഥലം ഞങ്ങൾ കൃഷിയോഗ്യമാക്കി. അതിനായിട്ട് RK രാഷ്ട്രീയ കൃഷി വികാസ് യോജന, പിന്നെ ഗ്രാമപഞ്ചായത്ത്, കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ്, ഇവരുടെ എല്ലാം കൂടെ സംയുക്തമായ ഒരു പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വയോജന പരിപാലനവും തരിശുനില കൃഷിയും ഇന്ന് കുന്നത്തൂരിൽ വികസനത്തിന്റെ പുതുനാമ്പുകളാവുകയാണ്. തരിശ് ഭൂമി വീണ്ടും കൃഷിയിൽ കൊണ്ടുവരുന്ന കാര്യത്തിലും അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനത്തിലുമൊക്കെ വളരെ നല്ല മാതൃകകളാണ് കുന്നത്തൂർ പഞ്ചായത്തിൽ കാണാൻ കഴിഞ്ഞത്. വളരെ അഭിനന്ദനം അർഹിക്കുന്ന സംഗതികളാണ്. പഞ്ചായത്തിൻ്റെ അടിസ്ഥാന ചുമതലകൾപ്പെടുന്ന കാര്യങ്ങളെപ്പറ്റിയും കൂടി ഒന്ന് ചോദിച്ചോട്ടെ. അതിലൊന്ന് മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വ പരിപാലനം, ഇതൊക്കെയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ വലിയ പ്രശ്നമാണ് ഉണ്ടോ? കുന്നത്തൂരിൽ ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റൊക്കെ സ്ഥാപിക്കത്തക്ക രീതിയിൽ ഒരു പ്രശ്നമുള്ള ഒരു പ്രദേശമല്ല യഥാർത്ഥത്തിൽ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഇല്ല. അതുപോലെ തന്നെ ആളുകൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലോട്ടർ ഹൗസ് ഇല്ല. ഞങ്ങളുടെ പഞ്ചായത്തിനോട് തൊട്ട് കിടക്കുന്ന കടമ്പനാട് മാർക്കറ്റിലും അതുപോലെ തന്നെ പുത്തൂർ പൗത്രേശ്വരം പഞ്ചായത്തിലെ പുത്തൂർ മാർക്കറ്റും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസ്. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ മാർക്കറ്റുകളിലാണ് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളുകൾ പോയി ഇത്തരം സാധനങ്ങൾ വാങ്ങാറുള്ളത്. ശരി. അതുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആ ഒരു സംഭവമായിട്ടില്ല. ഇപ്പോഴും ഗ്രാമീണ സ്വഭാവം നിലനിൽക്കുകയാണ് അല്ലേ? അവിടെ ഇപ്പം ഈ തരിച്ചു കിടന്ന ഭൂമി തിരിച്ച് കൃഷിയോഗ്യമാക്കുന്നതിലൊക്കെ NREGSന്റെ ലേബർ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ നിങ്ങൾ തന്നിരിക്കുന്ന കണക്കനുസരിച്ച് 2008-09 കണക്കാണ്. അതിൽ NREGS വെച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള തൊഴിൽ ദിനങ്ങൾ വളരെ കുറവാണ്. 1700 താഴെയാണ്. 310 കുടുംബങ്ങൾക്കാണ് തൊഴിൽ കൊടുത്തത്. അപ്പോൾ ശരാശരി 6 തൊഴിൽ ദിനമൊക്കെ വരുന്നു. സാർ, ആ ഒരു കണക്കിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾ അന്നത് ഈ സ്റ്റേറ്റ്മെന്റ് തരുമ്പോഴേ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പൂർണ്ണ കണക്കെടുത്തിരുന്നില്ല. അത് കഴിഞ്ഞ കൊല്ലത്തെ കാര്യമാണിത്. അതാണ് പറഞ്ഞത്. അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് മൊത്തം അപേക്ഷ തന്നിരുന്ന 523 കുടുംബങ്ങളാണ്. അതിൽ 522 കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞു. നിങ്ങളുടെ അവിടെ തൊഴിൽ കാർഡ് കൊടുത്തിരിക്കുന്നത് 1143 കുടുംബങ്ങൾക്കാണ്. അതിൽ 520 കുടുംബങ്ങളെ തൊഴിലിന് അപേക്ഷ തന്നുള്ളൂ എന്നാണ് അല്ലേ? ഞാനൊന്ന് ഒരു സംശയം ചോദിക്കുകയാണ്. ചില പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഫീൽഡ് തലത്തിൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടത്, അവർ തൊഴിലിന് അപേക്ഷ തരുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യില്ല. നമ്മളൊരു പ്രോജക്റ്റ് നടപ്പാക്കാനായിട്ട് ഓഫർ ചെയ്യുമ്പോഴാണ് അവരുടെ അപേക്ഷ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, തൊഴിൽ ഓഫർ ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്യുന്നു, തൊഴിൽ ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് മാച്ച് ചെയ്തിരിക്കും. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ പഞ്ചായത്തിൽ? ഇല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. ഇല്ല. അപ്പോൾ തൊഴിലിന് അപേക്ഷ തരുമ്പോൾ അത് വാങ്ങി അവർക്ക് റെസീറ്റ് കൊടുക്കുന്നുണ്ടോ?
അവർ കൊടുക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായി നമ്മൾ ആവശ്യത്തിനുള്ള പ്രോജക്റ്റുകളുടെ ഈ നിർമ്മാണ പ്രവൃത്തിക്കുള്ള എസ്റ്റിമേറ്റുകൾ ആവശ്യം പോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വർഷം തന്നെ ഞങ്ങൾ ഒരുപാട് വർക്കുകൾ എസ്റ്റിമേറ്റ് എടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര അപേക്ഷ വന്നാലും നമുക്ക് തൊഴിൽ നൽകുന്നതിനുള്ള. ഈ വർഷം എത്ര അപേക്ഷ വന്നു? ഇപ്പൊ ഈ 2010 ശേഷമുള്ള കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. 2009-10 പിന്നെ ഏകദേശം 35ഓളം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രധാന കൃഷി നെല്ലാണെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇക്കൊല്ലം ഈ നെൽകൃഷിയുടെ ഉൽപാദനത്തിൽ എത്ര വർധനവുണ്ടായിട്ടുണ്ട്? സർ, കഴിഞ്ഞ വർഷങ്ങളിൽ നെൽകൃഷിക്കുള്ള ആനുകൂല്യങ്ങൾ വ്യക്തിപരമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സബ്സിഡി, വിത്ത്, വെള്ളം മുതലായ വ്യക്തികൾക്ക്, നില ഉടമകൾക്ക് വ്യക്തികളായിട്ട് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് നേരിട്ട് ചെയ്യിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ അങ്ങനെ ഒരു കൃഷി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ വർഷമാണ് RKVY 2009-10 RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ചിലർ പുഞ്ച കൃഷി, തരിശുനില കൃഷിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിക്ക് അംഗീകാരം കിട്ടിയത്. ഏകദേശം 40 ഹെക്ടർ നിലം 30-32 വർഷമായി തരിച്ചു കിടക്കുകയായിരുന്നു. അങ്ങനെ തരിച്ചു കിടന്ന ആ ഒരു നിലമാണ് ആ പ്രദേശത്തെ കർഷകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പാടശേഖര സമിതി രൂപീകരിച്ച് ആ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും കൂടി സഹകരണത്തോടെ RKVY പദ്ധതി ഉൾപ്പെടുത്തി അത് തരിശുനില കൃഷി ചെയ്യുവാനുള്ള ഒരു പ്രവർത്തനം തുടങ്ങി. ഏകദേശം 60 ഏക്കർ നിലം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 60 ഹെക്ടർ അല്ല സാർ, 60 ഏക്കറാണ്. 60 ഏക്കർ സ്ഥിരമായി അവിടെ കൃഷി നടത്തുമെന്ന് ഉറപ്പുണ്ടോ? ഇപ്പോൾ ഞങ്ങൾക്ക് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇക്കൊല്ലം ചില പ്രത്യേക സഹായങ്ങൾ, സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നാം വെറുതെ 30 വർഷമായി തരിശായി കിടന്ന ഭൂമിയിൽ കൃഷി ഇറക്കി. അപ്പോൾ ആ ഭൂമിയിൽ കൃഷി ചെയ്യാമെന്ന് തീർച്ചയായും. ഇനി അത് തുടർന്നു കൊണ്ടുപോകാൻ ഈ സാഹചര്യങ്ങളിൽ ഒക്കെ മറികടന്ന് എങ്ങനെ സാധിക്കുമെന്ന് പഞ്ചായത്തിന് ഉറപ്പ്? തീർച്ചയായും കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒന്ന്, നമുക്ക് ആവശ്യമായ സബ്സിഡികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കാൻ കഴിയും. 2, ആവശ്യമായ തൊഴിലാളികളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി ലഭ്യമാക്കാൻ കഴിയും. ഈ 2 പദ്ധതികളും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സ്ഥിരമായ കൃഷി ചെയ്യാൻ പാടശേഖര സമിതി തയ്യാറായിട്ടുണ്ട്. ഈ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മാഗസിന് ഹെൽത്ത് കാർഡ് മുതിർന്ന പൗരന്മാർക്കുള്ള വളരെ നല്ലൊരു ഒരു പ്രയത്നമാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. ഇത് ആരുപയോഗിക്കുന്ന ഈ മാഗസിൻ ആരാ ഇത് ഉപയോഗിക്കുന്നത്? ഇതാ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതാണ്. ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്നതാണ്. അവര് സൂക്ഷിക്കും. തീർച്ചയായും. പക്ഷെ ഇത് എല്ലാ ഗുണഭോക്താക്കൾക്കും ഇത് വായിക്കാൻ അറിയാവുന്നവരാണ്? വായിച്ചാൽ മനസ്സിലാവുമോ? എല്ലാ ഗുണഭോക്താക്കൾക്കും അല്ല, അവരുടെ വീട്ടിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലാണ് ഇത് ഏൽപ്പിക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ വീടുകളിലെ ഏൽപ്പിക്കും. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇത് വായിക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിലുള്ള അറിയാവുന്നവരത് അവരെ പറഞ്ഞത് മനസ്സിലാക്കും. അതുപോലെ നിങ്ങൾ ഈ അവസാനം പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങളിലെ കലോറിയുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവര് കഴിക്കുന്നത് ബർഗറും സമൂസയും ന്യൂഡിൽസും ഈ വക കാര്യങ്ങളാണോ? അല്ലല്ല, അത് പൊതുവിലുള്ളത് മൊത്തത്തിലുള്ളത് പക്ഷെ അവർക്കത് പ്രയോജനം ഒരു വിധത്തിലും ചെയ്യത്തില്ല. ഇപ്പൊ നമ്മളിതിനകത്ത് സാമ്പത്തികമുള്ള വീട്ടുകാരുണ്ട്. ഈ സാമ്പത്തികമുള്ള വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ പാവം പിടിച്ചവർ അത്തരത്തിലുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുന്നില്ല. സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എനിക്കൊന്ന് അത് എഴുതുമായിരുന്നു അവർക്ക് കൂടുതൽ പ്രയോജനം. എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, ഞാൻ പറയായിരുന്നു വടയും ഏത്തക്കപ്പവും ഈ വക കാര്യങ്ങള് നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ഉഴുന്നുവടയല്ല, പഠനം നടത്തി കൊടുക്കണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. കഞ്ഞിയും പയറും ഇതൊക്കെ നമ്മുടെ സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ഇലക്കറികളിലെ പ്രോട്ടീൻസും ഇതിന് നമ്മളൊരു താരതമ്യം പഠനം നടത്തി കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് പ്രാവർത്തികമായപ്പോൾ ഇങ്ങനെ ആയിപ്പോയത്. പ്രയോറിറ്റീസ് തീരുമാനിച്ചാണല്ലോ ഓരോ പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. ഇപ്പം നിങ്ങളിവിടെ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീംസിന് ഊന്നൽ നൽകിയിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഇവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ചില ആശങ്കകളാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു പ്രയോറിറ്റി കൊടുത്തത്? നമ്മളൊരു വ്യക്തമായ പഞ്ചായത്തിൻ്റെ ജനസംഖ്യ അധിഷ്ഠിതമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് കേരളത്തിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഗ്രേയിങ് ഓഫ് ദ പോപ്പുലേഷൻ, ഈ ജനസംഖ്യയിൽ നരച്ചവരുടെ എണ്ണം തലനരച്ചത് കാണാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. നരച്ചവരുടെ എണ്ണം കൂടി വരുന്നു. 65 വയസ്സിന് മീതെയുള്ള ആയുർദൈർഘ്യം കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക പഞ്ചായത്തുകളായാലും ഗവൺമെൻറ് ആയാലും നയങ്ങൾക്ക് രൂപീകരിക്കുമ്പോഴും അല്ലെങ്കിൽ സ്കീംസ് നടപ്പാക്കുമ്പോഴും അത്തരത്തിലുള്ള താല്പര്യങ്ങളും അത് ഫോക്കസ് ചെയ്തൊക്കെ ആക്ടിവിറ്റീസ് എടുക്കേണ്ടി വരും. ഈ പഞ്ചായത്തിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്തരം ഒരു പദ്ധതിക്ക് ഊന്നൽ കൊടുത്തോട് ചെയ്ത് വെറുതെ ഒരു പദ്ധതി എടുത്ത് എല്ലായിടത്തും വയോജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും, സംശയമൊന്നുമില്ല. ഇത്തരത്തിലൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്താകാൻ സാധ്യതയില്ല. കാരണം പുതിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നു, അത് കുറ്റം പറയല്ല. ആ ഏറ്റെടുത്ത സ്ഥിതിക്ക്
അതിനകത്തുള്ള സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം ഒന്ന് വിലയിരുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വരുന്ന ആംഗിളിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് ചോദിക്കാനുള്ള, മൃഗസംരക്ഷണ മേഖലയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട്? മൃഗസംരക്ഷണ മേഖലയിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് കന്നുകുട്ടി പരിപാലനം. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിരവധി 4 ക്ഷീര സംഘങ്ങളും അതോടൊപ്പം തന്നെ നിരവധി ക്ഷീര കർഷകരുള്ള ഒരു മേഖലയാണ്. കന്നുകാലി വളർത്തൽ നല്ലൊരു ഭാഗമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ കർഷകർക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു പ്രയോജനം ഞങ്ങൾ പഞ്ചായത്ത് മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതാണ്, ആ പദ്ധതിയുടെ പേരാണ് ഈ കന്നുകുട്ടി പരിപാലനം. അതായത് ഈ 4 മാസം തൊട്ട് ഈ കന്നുകുട്ടിയുടെ പ്രസവം വരെയുള്ള ആഹാര, അത് തീറ്റ, കാലിത്തീറ്റ, അത് പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ ഒരു ഫണ്ട് വെച്ച് നൽകുന്ന ഒരു സംവിധാനമാണ്. ഈ വയോജന ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ നല്ല പരിപാടിയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇവിടെ ഇഷ്ടിക വ്യവസായം ഒരു പ്രധാനപ്പെട്ട ഇനമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? അതിന് പഞ്ചായത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ്? അതുപോലെ തന്നെ അത് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവും. അതെങ്ങനെയാണ് പഞ്ചായത്ത് തരണം ചെയ്യുന്നത്? ഇതിനെ സംബന്ധിച്ച് വിവരിക്കാൻ പറ്റുമോ? സാർ, അത് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഈ കശുവണ്ടി വ്യവസായം പോലുള്ള ഒരു പ്രധാന വ്യവസായമാണ് ഇഷ്ടിക വ്യവസായം. അതിൻ്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഈ ചെളിയാണ്. അപ്പം അതിൻ്റെ കട്ട നിർമ്മാണത്തിന് ശേഷം ഇത് വേവിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരവസ്ഥയിൽ ഇതിൻ്റെ പൊല്യൂഷൻ ചില സ്ഥലങ്ങളിൽ പ്രശ്നമാണെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ലൈസൻസ് ഉള്ള കമ്പനികൾ ഈ പൊല്യൂഷൻ വലിയ വിഷയം ഉണ്ടാകാത്ത രീതിയിൽ അതിന് വേണ്ട ചൂള പോലെയുള്ള സംവിധാനങ്ങളെല്ലാം നിർമ്മിച്ചതിന് ശേഷമാണ് നമ്മുടെ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നതും. അത് ആ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് കൂടിയുണ്ട് പഞ്ചായത്ത്. ഇപ്പോൾ NREGSൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പഞ്ചായത്ത് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. അത് എത്രമാത്രം ഫലപ്രദമായിട്ട് നടത്തുന്നുണ്ട്? അല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ട് മാത്രം മാറുകയാണോ? സോഷ്യൽ ഓഡിറ്റിന് പ്രത്യേക ഗ്രാമസഭ തന്നെ വിളിച്ചുകൂട്ടിയാണ്. അങ്ങനെ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയാണ് അതിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തിയത്. ഓരോ വാർഡിലും പ്രത്യേകം ആ വാർഡിൻ്റെതായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റ് ആണ് നടത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവം അല്ലേ? അപ്പം നമുക്ക് എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. RVG മാഷ് 15-ൽ 11, 15-ൽ 10.5, 10-ൽ 6.5, 10-ൽ 7. കുന്നത്തൂരിന് 60-ൽ 42 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് KNTR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. വയലുകൾ ചിലപ്പോൾ സംഗീത സദസ്സുകളായി മാറാറുണ്ട്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് രാഗങ്ങൾ മാറുന്ന ഒരു സംഗീത സദസ്സ്. തവളകളും നത്തുകളും കൈതക്കാട്ടിലെ കുളക്കോഴികളും നീർക്കാക്കകളും ഇതുകൂടാതെ കതിര് തിന്നാൻ വരുന്ന തത്തകളെ ഓടിക്കാനായി തപ്പുകൊട്ടും പിന്നെ പശുവിന്റെ കുടമണി കിലുക്കവുമൊക്കെ ചേർന്ന ഒരു സിംഫണി. ഇപ്പോൾ തരിശുനിലങ്ങൾ നെൽവയലുകൾ ആക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വീണ്ടും ഈ പുതിയ കാലഘട്ടത്തെ സംഗീത സാന്ദ്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഗ്രാമത്തിന്റെ കാഴ്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായു വിധാനമിണങ്ങിയ മലർവാടി. മണ്ണിൽ തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ.